കഴിഞ്ഞ 36 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനം ആവശ്യപ്പെട്ടുകൊണ്ട് LPST റാങ്ക് ഹോൾഡർമാർ സമരത്തിലാണ്. അതിനോടൊപ്പം തന്നെ 12 ദിവസമായി തുടർച്ചയായി 12 ദിവസമായി ഈ ഉദ്യോഗാർത്ഥികളിൽ ഒരാളായിട്ടുള്ള വളർമതി നിരാഹാര സമരത്തിലാണ്. അവരുടെ ആരോഗ്യനില ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ ഒരു അനുകൂല നിലപാടുണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റാങ്ക് ഹോൾഡർമാർ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുന്നത്. രുചീഷ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറിട്ട പ്രതിഷേധങ്ങൾ ഈ റാങ്ക് ഹോൾഡർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആദ്യഘട്ടങ്ങളിൽ മണ്ണ് വാരത്തിന്നും പുല്ല് തിന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ണുകെട്ടി മുട്ടുകുത്തി കൈകൂപ്പി നിന്നുമെല്ലാം ഈ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചു. അതിനിടയിൽ ഇവരുടെ ശക്തമായ പ്രതിഷേധത്തിൽ നിന്ന് ഇവർ നേരിയ തോതിൽ പിന്മാറിയതാണ്. അതിന് കാരണം വിദ്യാഭ്യാസ മന്ത്രി അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടാം എന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവർ അനിശ്ചിതകാല സമരം തുടങ്ങുകയും അതിനോടൊപ്പം തന്നെ ശക്തിയായ പ്രതിഷേധത്തിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെറ്റായ പരാമർശങ്ങൾ തങ്ങളുടെ സമരത്തെക്കുറിച്ച് ഉണ്ടായി. ഒപ്പം തന്നെ 2 മാസത്തെ സാവകാശം സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് തേടി എന്നീ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പിന്നീട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ ഉദ്യോഗാർത്ഥികൾ കടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരാഹാര സമരത്തിലേക്ക് 12 ദിവസം മുമ്പ് ഉദ്യോഗാർത്ഥികളും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുമുള്ള വളർമതി എന്ന ഉദ്യോഗാർത്ഥി നിരാഹാര സമരത്തിലേക്ക് കടന്നത്. പിന്നീട് കൂട്ട നിരാഹാരത്തിലേക്കും ഈ ഉദ്യോഗാർത്ഥികൾ കടന്നു. അതിനുശേഷവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാനോ സർക്കാർ തയ്യാറായില്ല. സർക്കാർ നേരിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കി തരികയും മറ്റുള്ള ആവശ്യങ്ങൾ എപ്പോൾ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിന് കൃത്യമായ തീയതി പറയണം എന്നീ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ സർക്കാർ ഇത് കണ്ടഭാവം നടിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ചർച്ചയ്ക്ക് പിന്നീട് വിളിക്കാനൊട്ട് തയ്യാറായുമില്ല. ആകെ 6 തവണ കൂടിക്കാഴ്ച നടന്നെങ്കിൽ പോലും അത് വിദ്യാഭ്യാസ വകുപ്പോ സർക്കാരോ ഇവരെ വിളിച്ചു വരുത്തി നടത്തിയ കൂടിക്കാഴ്ചയല്ല. ഇവർ മുഖ്യമന്ത്രിയെയും അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും കാണാൻ നിവേദനം നൽകാൻ ചെന്നപ്പോൾ നടന്ന കൂടിക്കാഴ്ച മാത്രമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗം കേൾക്കണം, തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അടിയന്തരമായി നടപ്പിലാക്കാൻ കഴിയുന്ന നിയമനങ്ങൾ നടപ്പിലാക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധം ഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ചിത ഒരുക്കിക്കൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു ചിത ഒരുക്കിക്കൊണ്ട് ഒരു LPST ഉദ്യോഗാർത്ഥിയുടെ മരണകർമ്മങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത്, അന്തിമ കർമ്മങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ തരത്തിൽ ചിത ഒരുക്കിക്കൊണ്ടാണ് ഈ LPST റാങ്ക് ഹോൾഡർമാർ ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികൾ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. രുചീഷ്, എന്തായാലും വലിയ പ്രതിഷേധം നടത്തുകയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മണ്ണ് നിന്നും പുല്ല് നിന്നുമൊക്കെയുള്ള പ്രതിഷേധം കണ്ടെങ്കിൽ ഇത്തവണ ചിത ഒരുക്കി പ്രതിഷേധിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തായാലും ഒരു ചർച്ചയിലേക്ക്, കൃത്യമായ ഒരു ചർച്ചയിലേക്ക് ഈ റാങ്ക് ഹോൾഡർമാരുമായി നടത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കണമെന്ന് LPST റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നു. തുടർച്ചയായി തന്നെ നിരാഹാരം ഇരുന്ന് സമരം നടത്തുന്ന വളർമതിയുടെ ആരോഗ്യനില അടക്കം വഷളാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരത്തിൻ്റെ ഒരു രൂപം മാറ്റിക്കൊണ്ട് ശക്തമായ സമരത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോകുന്നു.